CPM-നെ സംബന്ധിച്ച് ഇപ്പോൾ നേരത്തെ MP ഗോവിന്ദന്റെ വാക്കുകളൊക്കെ കേട്ടു. ഒരു കുതിപ്പ്, അതായത് പിണറായി 3.0-യിലേക്കുള്ള പോക്ക്, അതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ഫലം കാണാനിരിക്കുന്നതെന്ന ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. പക്ഷെ ആരാകും സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ അങ്ങനെ പ്രത്യേകിച്ചൊരു സൂചനകളൊന്നും ഇതുവരെ കൃത്യമായി വന്നിട്ടില്ല. എങ്ങനെയാണ്? അതെ, ആര് പാർപ്പിക്കും? മാധു, ദിവിഷ്, ഏതായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഉള്ളത്. കാരണം ഒരു ഭരണ തുടർച്ച ഇപ്പോഴും CPM അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അതിലേക്ക് കടന്നു പോകണമെങ്കിൽ ഈ നിലമ്പൂരിലെ ജയം പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രവർത്തനം സംഘടനാപരമായി CPM ഏറെ മുന്നിലാണ്. പ്രത്യേകിച്ചും സംസ്ഥാന സമ്മേളനവും ജില്ലാ സമ്മേളനവും പാർട്ടി കോൺഗ്രസും എല്ലാം കഴിച്ച് CPM അതിൻ്റെ സർവ്വശക്തിയിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ മുമ്പ് തന്നെ അവിടെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ അടിത്തട്ടിൽ തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം കുടുംബയോഗങ്ങൾ, അതോടൊപ്പം തന്നെ ആ തരത്തിലുള്ള ഏറ്റവും അടിത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ CPM അവിടെ തുടങ്ങി വെച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള M സുരാജ് അവിടെ തന്നെ നിന്നുകൊണ്ട് ഒരു പ്രവർത്തനമാണ് നടത്തി വന്നിരുന്നത്. CPM-ന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പലതവണ ഒരുപാട് വർഷം കോൺഗ്രസിന്റെ കയ്യിൽ, പ്രത്യേകിച്ചും ആര്യാടൻ മുഹമ്മദിന്റെ കയ്യിൽ ഇരുന്ന ഒരു സീറ്റാണ്. ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ CPM ഇറക്കിയത് അവിടെ നിന്ന് തന്നെ ഉള്ള ഒരാളെയാണ്, PV അൻവറിനെയാണ്. അപ്പോൾ ആ കോൺഗ്രസിന്റെ ചേരിയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ആ തരത്തിലൊരു ജയത്തിലേക്ക് പോകാനാണ് CPM അവിടെ തെരഞ്ഞെടുത്ത മാർഗം. അത് തന്നെ ഇവിടെ ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ് നമ്മളേറെ ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ചും CPM ഏതെങ്കിലും തരത്തിൽ നേരത്തെ പാലക്കാട് കണ്ടതുപോലെ ഒരു പൊട്ടിത്തെറിയിലേക്ക് കോൺഗ്രസ് പോവുകയാണെങ്കിൽ അവിടെ നിന്നുകൊണ്ട് ഒരു സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഒരു സ്ഥാനാർത്ഥിയെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ലക്ഷ്യമിടുന്നത്. പ്രത്യേകിച്ചും ആര്യാടൻ ഷൗക്കത്തിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് പോകും. പക്ഷേ നേരത്തെ നമ്മൾ PV അൻവറിന്റെ വാക്കുകളിലടക്കം കണ്ടു, അൻവർ ഒന്ന് പിന്നോട്ട് വലിഞ്ഞിട്ടുണ്ട്. നേരത്തെ ജോയിയുടെ പേരാണ് അൻവർ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ആരായാലും കുഴപ്പമില്ല എന്നൊരു തരത്തിലേക്ക് അൻവർ എത്തുമ്പോൾ ഏത് പേരിലേക്ക് കോൺഗ്രസ് എത്തുമെന്നുള്ളതാണ് ഏറെ എടുത്തു കാണേണ്ടത്. അങ്ങനെയെങ്കിൽ മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയിലേക്ക് പോകും. CPM തന്നെ കണക്ക് കൂട്ടുന്നത് ഒരു CPM-ന്റെ പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി അവിടെ ഇറക്കുന്നതിലും നല്ലത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇറക്കുന്നതാണ് എന്നൊരു കണക്കൂട്ടൽ CPM-നകത്ത് തന്നെ രൂപപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് തീരുമാനത്തിലേക്ക് പോകുമെന്നത് ഒരു വരും ദിവസങ്ങളിൽ, ഏതാണ്ട് ഒരു 2-3 ദിവസം എടുത്ത് ഒരു കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പാർട്ടി സെക്രട്ടറി വിവരങ്ങൾ നൽകിയത്. ആര്യാടൻ മുഹമ്മദിലേക്ക് ഉറ്റുനോക്കിയ CPM-ന്റെ കണ്ണുകളോട് ആര്യാടൻ ഷൗക്കത്ത് അന്ന് പറഞ്ഞത്, എന്റെ അച്ഛൻ മരണക്കിടക്കയിൽ വെച്ച് എന്നോട് പറഞ്ഞത് മരിക്കുന്നത് കോൺഗ്രസ്സുകാരനായിട്ടായിരിക്കണം എന്നുള്ളതാണ്. അത് പാലിക്കുമെന്നൊക്കെയാണ് പിന്നെ ഈ പറയുന്നത് പോലെ നമ്മൾ കണ്ടറിയണം, അല്ലേ? രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഏത് നിലയ്ക്കും ആളുകളുടെ താല്പര്യങ്ങളും നിലപാടുകളും മാറുന്നത് നമ്മൾ പലവട്ടം കണ്ടിട്ടുള്ളത് കൊണ്ട് എന്ത് പ്രതീക്ഷയും. പക്ഷെ അങ്ങനെ വലിയ പൊട്ടിത്തെറിയിലേക്കൊന്നും പോകില്ല എന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ പാലക്കാടൊക്കെയുള്ള പ്രശ്നങ്ങൾ ഒരു ചെറിയ ഭയമായിട്ട് ഒരുപക്ഷെ UDF-ന്റെ മനസ്സിലുണ്ടാകും. അതൊക്കെ പരിഹരിക്കുന്ന നിലയിലുള്ള പ്രഖ്യാപനമാണ് വരുന്നതെന്ന് പ്രതീക്ഷിക്കുക.